പ്രൈസ് ദി ലോർഡ്. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ഗിരിപ്രഭാഷണത്തിലെ 8-ാമത്തേതും അവസാനത്തേതുമായ ഭാഗ്യവർണ്ണനയാണിത്. നീതി എന്ന പദം നിയമവ്യവസ്ഥയോട് ബന്ധപ്പെട്ടുള്ളതാണ്. ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണുവെങ്കിൽ കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. അങ്ങനെ ഏകലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ ഏകനീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു. ഏകമനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായിത്തീരും. ഇപ്രകാരം നീതീകരിക്കപ്പെട്ടവർ തങ്ങളുടെ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ട നിയമങ്ങളും കൽപ്പനകളും പെരുമാറ്റ രീതികളുമാണ് ഗിരിപ്രഭാഷണത്തിലെ പഠിപ്പിക്കലുകൾ. ദൈവരാജ്യത്തിന്റെ പ്രകടന പത്രിക എന്ന് ചില വേദപണ്ഡിതന്മാർ ഗിരിപ്രഭാഷണത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ പഠിപ്പിക്കലുകൾ തൻ്റെ ജീവിതം തന്നെയാണ്. അവൻ സാക്ഷാൽ വചനമായിരുന്നിട്ടും തൻ്റെ ശുശ്രൂഷകൾക്കായി പിതാവിനോട് അപേക്ഷിച്ചിരുന്നു. ഒലിവുമല യഥാർത്ഥത്തിൽ തൻ്റെ പ്രാർത്ഥനാ മുറിയായിരുന്നു. മറ്റുള്ളവരുടെ പാപത്തെ ഓർത്ത് യേശു ദുഃഖിച്ചിരുന്നു. അവൻ സൗമ്യനായിരുന്നു. പിതാവിൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ പ്രവൃത്തി തികയ്ക്കുന്നതിനുള്ള വിശപ്പും ദാഹവുമായിരുന്നു അവനുണ്ടായിരുന്നത്. കർത്താവ് കരുണയുള്ളവനായിരുന്നു. യേശു സമാധാനമുണ്ടാക്കുന്നവനായിരുന്നു. അവൻ യെരുശലേമിൽ ക്രൂരമായി പീഡിക്കപ്പെട്ടു. തന്നെ അനുഗമിക്കുവാൻ കർത്താവ് ആരെയും പ്രേരിപ്പിച്ചിരുന്നില്ല. തന്നെ അനുഗമിച്ചിരുന്നവരിൽ ഒരു കൂട്ടം തൻ്റെ വാക്കുകൾ കഠിന വാക്കുകൾ എന്ന് പറഞ്ഞ് പിൻവാങ്ങിപ്പോയി. ശേഷിച്ചിരുന്നവരോട് നിങ്ങൾക്കും പോകുവാൻ മനസ്സുണ്ടോ എന്നായിരുന്നു കർത്താവിൻ്റെ ചോദ്യം. യഹൂദന് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ധാരണ വികലമായിരുന്നു. ഗോത്രപിതാവായ അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്ത രാജ്യം റോമൻ ഭരണത്തിൽ നിന്നും മോചിപ്പിച്ച് തങ്ങൾക്ക് നൽകുവാനാണ് യേശു സ്ത്രീയുടെ സന്തതിയായി വന്നതെന്ന് അവർ ചിന്തിച്ചു. ഹെരോദാവിൻ്റെ കാലത്ത് യേശു യഹൂദിയയിലെ ബേത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരുശലേമിലെത്തി, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവൻ്റെ നക്ഷത്രം കിഴക്ക് കണ്ടു എന്ന് പറഞ്ഞു. റോമൻ ഭരണാധികാരിയായ പീലാത്തോസ്, നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് യേശുവിനോട് ചോദിച്ചതിന് അവൻ എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് പറഞ്ഞു. എന്നാൽ നീ രാജാവ് തന്നെയോ എന്ന് പറഞ്ഞതിന് യേശു, നീ പറഞ്ഞതുപോലെ ഞാൻ രാജാവ് തന്നെ എന്ന് പറഞ്ഞു. യേശുക്രിസ്തു തൻ്റെ ഐഹിക ജീവിതകാലത്ത് എവിടെ ഉണ്ടായിരുന്നോ ദൈവരാജ്യം അവിടെ ഉണ്ടായിരുന്നു. യേശുക്രിസ്തു ഈ ഭൂമിയിൽ സ്ഥാപിച്ച ദൈവരാജ്യത്തിന് ഭൂമിശാസ്ത്രപരമായ അതിർവരമ്പുകളില്ലായിരുന്നു. ദൈവരാജ്യം എപ്പോൾ വരുന്നു എന്ന് പരീശന്മാർ ചോദിച്ചതിന് ദൈവരാജ്യം കാണത്തക്കവണ്ണമല്ല വരുന്നത്, ഇതാ ഇവിടെയെന്നും അതാ അവിടെയെന്നും പറയുകയുമില്ല. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. ഇന്നും തൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്ന ശിഷ്യന്മാർ എവിടെയുണ്ടോ ദൈവരാജ്യം അവിടെയുണ്ട്. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ എന്ന് പൗലൂസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. സാത്താൻ ഈ ലോകത്തിന്റെ പ്രഭുവാണെന്ന് യേശുക്രിസ്തുവും അവൻ ഈ ലോകത്തിന്റെ ദൈവമാണെന്ന് പൗലൂസും രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ അവൻ അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് പൗലൂസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ആകാശത്തിലെ അധികാരിയായിരിക്കുന്ന ഈ ലോകത്തിന്റെ പ്രഭുവിന്റെ രാജ്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് ദൈവരാജ്യത്തിന്റെ പ്രവൃത്തി. ഞാൻ സമാധാനം വരുത്തുവാൻ വന്നു എന്ന് നിരൂപിക്കരുത്. സമാധാനമല്ല, വാളത്രേ വരുത്തുവാൻ ഞാൻ വന്നത് എന്ന് കർത്താവ് പറഞ്ഞു. ഇരുൾമൂടിയ മനുഷ്യ മനസ്സിൽ ദൈവിക വെളിച്ചം പകരാൻ സാക്ഷാൽ വെളിച്ചമായവൻ വന്നു. എന്നാൽ മനുഷ്യരുടെ പ്രവൃത്തികൾ ദോഷമുള്ളതാകയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ അധികം സ്നേഹിച്ചു. സുവിശേഷത്തിന്റെ ഈ പരിണിത ഫലം സമൂഹത്തിലും ഭവനങ്ങളിലും പ്രതിഫലിച്ചു. യേശു പറഞ്ഞു, മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. അവർ നിങ്ങളെ ന്യായാധിപ സഭകളിൽ ഏൽപ്പിക്കുകയും തങ്ങളുടെ പള്ളികളിൽ വെച്ച് ചമ്മട്ടിക്കൊണ്ട് അടിപ്പിക്കുകയും ചെയ്യും. സഹോദരൻ സഹോദരനെയും അപ്പൻ മകനെയും മരണത്തിലേൽപ്പിക്കും. അമ്മയപ്പന്മാർക്കെതിരായി മക്കൾ എഴുന്നേറ്റ് അവരെ കൊല്ലിക്കും. എൻ്റെ നിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും. കർത്താവ് പറഞ്ഞ ഈ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ 1-ാം നൂറ്റാണ്ടിൽ നിവർത്തിക്കപ്പെട്ടു എന്ന് സഭാചരിത്രം സാക്ഷ്യം പറയുന്നു. ഇന്നും തിരുവചന സത്യങ്ങൾക്ക് വേണ്ടി വിശ്വസ്തയോടെ നിൽക്കുന്ന അനേകരുടെ ജീവിതത്തിൽ ഇപ്രകാരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്നെ അനുഗമിക്കാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ നിഷേധിച്ച് നാൾതോറും തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. എൻ്റെ നിമിത്തം ആരെങ്കിലും തൻ്റെ ജീവനെ കളഞ്ഞാലോ അതിനെ രക്ഷിക്കുമെന്ന് യേശു പറഞ്ഞു. ഒരു ക്രിസ്തു ശിഷ്യന് ലഭിച്ചിരിക്കുന്ന ജീവൻ മറ്റുള്ളവർക്ക് വേണ്ടി ചൊരിയപ്പെടാനുള്ളതാണ്. ഞാനൊരു ക്രിസ്തു ശിഷ്യനായതുകൊണ്ട്
ഇവിടെ എനിക്ക് എന്ത് ലഭിക്കുമെന്നല്ല, എൻ്റെ കർത്താവിന് വേണ്ടി എന്ത് കൊടുപ്പാൻ കഴിയും എന്നുള്ളതായിരിക്കണം ഒരു ക്രിസ്തു ശിഷ്യന്റെ മനോഭാവം. വിശ്വസ്തനായ ഒരു ക്രിസ്തു ശിഷ്യൻ ക്രിസ്തുവിന് വേണ്ടി മരിച്ചേക്കാം, എന്നാൽ ജീവിക്കുവാനാണ് അവൻ മരിക്കുന്നത്. എന്നാൽ തൻ്റെ സുരക്ഷത്തിനു വേണ്ടി ക്രിസ്തു വിശ്വാസം ത്യജിക്കുന്നവൻ ജീവിച്ചേക്കാം, എന്നാൽ മരിക്കുവാൻ വേണ്ടിയാണ് അവൻ ജീവിക്കുന്നതെന്ന് വില്യം ബാർക്ലേ മത്തായി 16:24 ആസ്പദമാക്കി എഴുതിയിരിക്കുന്നു. നീതിക്ക് വേണ്ടി നിന്ന ദൈവത്തിന്റെ പ്രവാചകന്മാരെയും ശുശ്രൂഷന്മാരെയും ഉപദ്രവിക്കുകയും കൊല്ലുകയുമാണ് ഈ ലോകം ചെയ്തിട്ടുള്ളത്. ഈ ലോകത്തിന്റെ നന്മയനുഭവിപ്പാനും ലോകപ്രകാരം ഉന്നതനായിരിക്കാനുമല്ല, സ്വർഗരാജ്യത്തിൽ വലിയവനായിരിക്കാനാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. അതിനായി നമുക്കോടാം. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്.